എഴുതിയ 1 ലേഖനം 1:16. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ആഴം ആർക്കാണ് ഗ്രഹിക്കാനാവുക? ദൈവത്തിൻ്റെ സാദൃശ്യ സ്വരൂപങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തോടൊപ്പം നടന്ന് കൂട്ടായ്മ അനുഭവിച്ച മനുഷ്യൻ, ദൈവ തേജസ് വസ്ത്രം പോലെ ധരിച്ചിരുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിച്ചു, ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനെ വിശ്വസിച്ച് ദൈവകൽപ്പന ലംഘിച്ച് എല്ലാ ദൈവിക കൂട്ടായ്മയും നഷ്ടമാക്കി. തന്നോട് വിശ്വാസവഞ്ചന കാണിച്ച ആ മനുഷ്യൻ്റെ വർഗത്തെ വീണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് മടക്കി വരുത്താൻ യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും വേണമെങ്കിൽ ഈ മനുഷ്യനെയും ഈ ഭൂമിയെ ഒന്നാകെയും നീക്കി പുതിയൊരു ലോകമുണ്ടാക്കി അതിൽ മറ്റൊരു മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാമായിരുന്നിട്ടും അവിടുന്ന് മനുഷ്യർ നിത്യനരകത്തിൽ അനുഭവിക്കേണ്ട നിത്യശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷാമാർഗം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ കൃപ എത്ര മഹത്വപൂർണം! പാപിയായി ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവർക്ക് പാപത്തിൻ്റെ ഭാരം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടും മനഃപൂർവ്വമായും വലിയ പാപപ്രവൃത്തികൾ ചെയ്തു പോയവർ തങ്ങളുടെ പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇനി ഒരിക്കലും ഇതിന് പരിഹാരമില്ലെന്ന് ചിന്തിച്ച് അവർ ജീവിതം കൈപ്പോടെ തള്ളി നീക്കുന്നു. ഇനി ഏത് ക്രൂരമായ പാപം ചെയ്താലും അതെല്ലാം ഇതിനോട് കൂട്ടിച്ചേർക്കുന്നത് മാത്രമേ ആകൂ എന്ന മാനസികാവസ്ഥയിലും എത്താറുണ്ട്. ദീർഘകാലം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്നവർ വീണ്ടും ക്രൂരത പ്രവർത്തിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പഴയ ജീവിതത്തെ വിവരിച്ചിട്ട് പാപികളിൽ പ്രധാനിയായ, പാപികളിൽ ഒന്നാമനായ തന്നെ രക്ഷിക്കാൻ തക്ക വിധം ദൈവം ദീർഘക്ഷമ കാണിച്ചെങ്കിൽ ലോകത്തിലേതൊരാൾക്കും ഉറപ്പായും അത് പ്രാപിക്കാൻ കഴിയും എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാൻ കഴിയാത്ത ഒരു പാപവും ഇല്ല.